ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള നേരത്തെ KPSG പറഞ്ഞ പോലെ അത്രയും ഒരു വ്യൂവർഷിപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം പ്ലാൻ ചെയ്യാണ്. ഒരു ഡിസ്കഷൻ മാതിരിയാണെങ്കിൽ ഓക്കെ, കുട്ടികളെ ബേസ്ഡ് ആണ്. അപ്പോൾ പാരൻസ് ഏറ്റവും കൂടുതൽ കൺസേൺ ഇപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവരെ എങ്ങനെ എൻഗേജ്ഡ് ആക്കാം, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം മാതിരി ഡെയിലി അവർക്ക് കുറച്ച് ടാസ്ക് കൊടുക്കുക. കുറേ നല്ല നല്ല KPSG പോലെയുള്ള കുറേ ടിപ്സ് ഒക്കെ തരാനുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ അവരോട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. ഈ ചാനൽ തുടങ്ങാനും ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നു, ഈ യൂട്യൂബിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് ഞാൻ ജിമീറ്റിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന് സേവിങ് ഓപ്ഷൻ ഇല്ല. ഇനി സേവിങ് ഓപ്ഷൻ വേണമെങ്കിൽ പേയ്മെന്റ് വേണം. ഇപ്പൊ സൂം ആണെങ്കിൽ 40 മിനിറ്റ് ആണ്, അതിന് പേയ്മെന്റ് വേണം. പല ചാനലുകളും നമ്മളിപ്പോ ഇന്ററാക്റ്റീവ് ആയിട്ട് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അതിന് ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പം ഞാനിപ്പം അതിൻ്റെ ലിങ്ക് ഉണ്ടാക്കണം. നമ്മൾ സോഷ്യലി അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഡ്രസ്സ് വീട്ടിലിടുന്ന് ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. ഇത് ക്യാപ്ചർ ചെയ്യണം, ക്യാപ്ചർ ചെയ്തിട്ട് സേവ് ചെയ്യണം, പിന്നെ അതിനെ എഡിറ്റ് ചെയ്യണം. ഇടയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 പേരെ വിളിച്ചു എന്ന് വിചാരിക്കും, അതിനിടയിൽ നമ്മുടെ കറണ്ട് പോയി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കുഴപ്പമായി എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ വേറെ ആരെങ്കിലും ഹോസ്റ്റ് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും 1-2 പേര് വേണം. ഈ കോവിഡ് കാലത്തൊക്കെ ഞാൻ ലൈവായിട്ട് കുറേ പ്രാവശ്യം വന്നിരുന്നു, ഫേസ്ബുക്കിലും എല്ലാ ദിവസവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കോവിഡ് കാലം മുതൽ 2020 മുതൽ ഇപ്പോൾ 2025 വരെ കഴിഞ്ഞ അത്രയും വർഷങ്ങളായിട്ട് 5 വർഷമായിട്ട് 365 ദിവസവും എൻ്റെ ഓരോ വീഡിയോ ഉണ്ട്. ഓക്കെ, അത് 2 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും 2 മണിക്കൂറിൻ്റെയും 6 മണിക്കൂറിൻ്റെയും ഒക്കെ ഉണ്ടാവും. ഇപ്പം ചില ദിവസങ്ങളിൽ ഫുൾ ഡേ ആണ്. അത് UK, ഫിലിപ്പീൻസ്, അമേരിക്ക, ആഫ്രിക്ക. അപ്പോൾ രാത്രിയൊക്കെ ഇരുന്നിട്ട് അത് ചെയ്യണം. അർദ്ധരാത്രി അവരുടെ 2 മണി മുതൽ 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം മെനക്കെട്ടിട്ട് എഡിറ്റ് ചെയ്ത് 1 മണിക്കൂറിൻ്റെത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പം മിക്കവാറും കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവർ പറയും ഞങ്ങളുടെ സൗണ്ട് വരരുത്, ഞങ്ങളുടെ പിക്ചർ വരരുത്. അപ്പൊ ആ ഊന്നാക്കുന്നത് പോലും കട്ട് ചെയ്യേണ്ടി വരും. ബൈ ചാൻസ് അവരുടെ പേഴ്സണൽ പേര് പറഞ്ഞു പോയാൽ അത് ഫുള്ള് ഒരു പ്രാവശ്യം കണ്ടത് കട്ട് ചെയ്യണ്ടേ. അപ്പൊ സുനിത എഡിറ്റിംഗ് അറിയുന്ന ഒരാളാണോ? അറിയുന്നില്ലെങ്കിൽ അറിയെങ്കിൽ തന്നെ അത് വലിയൊരു മനക്കെട്ട പണിയാണ്. ഞാനിപ്പോ കഴിഞ്ഞ 24 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നാലും എൻ്റെ 1 മണിക്കൂർ വീഡിയോ ഇടണമെങ്കിൽ നോൺ എഡിറ്റിംഗ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാനിപ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ 40% അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഈ ഗൂഗിൾ മീറ്റ്. അപ്പൊ ഞാനത് കട്ട് ചെയ്ത് കളയണം. കഴിഞ്ഞ 1 മണിക്കൂർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് നഷ്ടമായി. ഇനിയിപ്പോ രണ്ടാമതും ചെയ്യണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചിലപ്പോ ഈ കോളുകളും മീറ്റിങ്ങുകളും ലാപ്ടോപ്പിന്റെ യൂസും കുറച്ച് കഴിയുമ്പോൾ ഹീറ്റ് ആവും ലാപ്ടോപ്പ്. അപ്പൊ രാത്രിയൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തിട്ട് കിടന്നുറങ്ങും. ഒരു 3 മണിക്ക് എഴുന്നേറ്റ് വന്ന് പിന്നെയും നോക്കും. അത് അപ്ലോഡ് ആയെങ്കിൽ അടുത്ത വീഡിയോ ഇടും. വലിയ മനക്കെട്ട പണിയാണ്. നമ്പർ 1. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു 20 വ്യൂവേഴ്സ് 30 വ്യൂവേഴ്സ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ള, ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ കുടുങ്ങി ആകെ 2-3 പേരെ കാണും. ഇനി ഇത് നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഴയ കോണ്ടാക്ട് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തു തീരും. ഇപ്പം ഞാൻ തന്നെ തുടങ്ങിയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആൾക്കാരുടെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് അയച്ചു എന്ന് വിചാരിക്കും എല്ലാവർക്കും. ഞാൻ അതുകൊണ്ട് അതൊന്നും സേവ് ചെയ്യാത്ത ഗ്രൂപ്പിൽ നിൽക്കാത്തത്. കാരണം ഇത് കുറേ പ്രാവശ്യം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഹൂ ആർ യു എന്നിട്ട് തിരിച്ചൊരു മറുപടി വരും. മനസ്സിലായോ? കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ഓവർഡോസ് വിത്ത് ലോട്ട് ഓഫ് ഡാറ്റ സെറ്റ്സ് കുറേ ഉണ്ട്. വലിയ TV ചാനൽ പോലും, വലിയ പ്രഭാഷകന്മാരുടെ പോലും അത്ര പോകുന്നില്ല. പിന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പേ യൂട്യൂബിൽ.
നമ്മുടേത് കുറച്ച് നല്ല പോലെ വ്യൂവേഴ്സ് ഉണ്ട്, 1K വ്യൂവേഴ്സ്, 2K വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് വിൽ പേസ്. അപ്പൊ എന്ത് പറ്റും വെച്ചാൽ ഇടയിൽ അഡ്വർടൈസ്മെന്റ് വരും. ഡോക്ടർ TPSന്റെ ഒരു വീഡിയോയിലും അഡ്വർടൈസ്മെന്റ് ഇല്ല. കാരണം ഞാൻ അഡ്വർടൈസ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ കാണുന്ന യൂട്യൂബിൽ പോലും എനിക്ക് അഡ്വർടൈസ്മെന്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പ്രീമിയർ മെമ്പർഷിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സിനിമ കാണുമ്പോഴായാലും, ആരുടെയെങ്കിലും പ്രോഗ്രാം കാണുമ്പോഴായാലും, ലെക്ചർ കേൾക്കുമ്പോഴായാലും, ന്യൂസ് കേൾക്കുമ്പോഴായാലും. ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് ന്യൂസ് കേൾക്കണമെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ യൂട്യൂബിലാണ് ഞാൻ കാണാം. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ പ്രോഗ്രാംസ് AI എന്താ സംസാരിച്ചത് നമുക്ക് TV ചാനലിൽ കാണാൻ പറ്റില്ലല്ലോ, അവർ പറയുമ്പോഴാണല്ലോ പറ്റുക. അപ്പോൾ ഞാൻ ഐ വിൽ ഹാവ് ടു ലിസൺ ടു ദാറ്റ് 3-4 ടൈംസ് എന്ന് വിചാരിക്കാം. ഞാൻ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ഇടയിൽ അഡ്വർടൈസ്മെന്റ് വന്ന് എനിക്ക് ബോർ ചെയ്യും. ഞാൻ യൂട്യൂബിലാവുന്ന സമയത്ത് എനിക്ക് 2 times 3x ഒക്കെ ആയിട്ട് കേൾക്കാം. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് തീരും. മൂവിയൊക്കെ അങ്ങനെയാ കാണാൻ. അപ്പൊ എനിക്ക് കുറെ സമയം ലാഭിക്കാം. 1.5-2 മണിക്കൂറിന്റെ മൂവി ഐ വിൽ ഫിനിഷ് ഇൻ 1 hour. ഓക്കെ. ഇപ്പൊ ഇതൊക്കെ നമുക്ക് അതിനിടയിൽ അഡ്വർടൈസ്മെന്റ് വന്നാൽ ദേ വിൽ നോട്ട് അലൗ us to fast forward. അത് കഴിഞ്ഞാലേ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോഴും ഞാൻ വെറുതെ ഇരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ പേ. അവര് കൊടുക്കുന്നതിൽ ഞാൻ അപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകളിൽ നമ്മളിടുന്ന പ്രോഗ്രാംസ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. ഇപ്പം ഞാനിടുന്ന ഒരു ടോപ്പിക്ക് സ്റ്റുഡൻസ് അഡ്മിഷനെ സംബന്ധിച്ചുള്ളൊരു ടോപ്പിക്കാണെന്ന് വിചാരിക്കും. യൂട്യൂബ് അതിനെ പ്രൊജക്റ്റ് ചെയ്യില്ല, അതിനെ മാർക്കറ്റ് ചെയ്യില്ല. കാരണം ഐ ആം നോട്ട് മോണിറ്റൈസിങ്. ഇടയിൽ അഡ്വർടൈസ്മെന്റ് വരാത്തതുകൊണ്ട്. അപ്പൊ ഇതൊരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. കുറേ ആൾക്കാർ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കമേഴ്ഷ്യൽ ആക്കാൻ എന്ത് ചെയ്യണം, 10,000 വ്യൂവേഴ്സ് കിട്ടാൻ എന്ത് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും, ദേ മാർക്കറ്റ് ഇറ്റ്. നിങ്ങൾ ഇന്ന് ഇത് കണ്ടിട്ട് അതിൽ ഒരു 4 കമന്റ് ഇടൂ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കാണൂ, നമ്പർ ഓഫ് വ്യൂവേഴ്സ് കൂട്ടൂ, പല രാജ്യങ്ങളിൽ നിന്ന് ചെയ്യൂ. അപ്പോൾ അവരെ പ്രൊമോഷൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 60 രൂപ തരാം ഒരു ദിവസം, 2 hours ഇഫ് യു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കും ആൾക്കാർ. ഡു യു വാണ്ട് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചോദിക്കും. ഇങ്ങനെ സ്ഥിരമായിട്ടൊരു വലിയൊരു പ്രോഗ്രാം. അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ എളുപ്പമാണ്, അൺലെസ് യു മാർക്കറ്റ് ഇറ്റ് വെൽ. പിന്നെ ഐ ആം നോട്ട് ബോതേഡ് 4 പേര് കാണോ 10 പേര് കാണോ. ഞാൻ നോക്കുക അതിനകത്ത് ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ, അവർക്ക് യൂസ്ഫുൾ ആണോ, ഇത് കേട്ടിട്ട് ആരെങ്കിലും പിന്നെ വരുന്നുണ്ടോ. അപ്പൊ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികളുടെ അഡ്മിഷൻ സമയത്ത് ലാക്സ് വരും എൻ്റെ വ്യൂവേഴ്സ്, ഇതൊന്നുമില്ലെങ്കിലും. അതേ സമയത്ത് ഇംഗ്ലീഷിലൊരു ടെക്നിക്കൽ പരിപാടി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ലെസ്. കോവിഡ് കാലത്ത് ഓൺലൈൻ ക്യാമ്പ് നടത്തിയിരുന്നു. ക്യാമ്പ് കണ്ണൂർ നടത്തുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഗൾഫിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തുള്ള എൻ്റെ കോണ്ടാക്റ്റിലുള്ള എൻ്റെ കുട്ടികൾ തന്നെ ഹയർ ക്ലാസ്സിൽ എത്തിയിട്ടുള്ളവർക്കൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നാടകം പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ കുവൈത്തിലായിരിക്കും രോഗി, ഡോക്ടർ ഇരിക്കുന്നത് ദുബായിലായിരിക്കും. രോഗി നടന്നു പോകുന്നു, ഡോക്ടറെ കാണുന്നു, അവർ സംസാരിക്കുന്നു, ഷട്ടിൽ കളിക്കുന്നു, അങ്ങനെയുള്ള കുറേ വ്യത്യസ്തമായിട്ടുള്ള കൂടെ ഇരുന്ന് പാടുന്നു. കൂടെ ഇരുന്ന് പാടുന്നവരൊക്കെ ഒരാൾ കോട്ടയത്തും മറ്റയാൾ ബഹറിലും മറ്റയാൾ കുവൈത്തിലും ഒക്കെയാണ്. ഈ ഡ്രാമയ്ക്ക് ഉണ്ടാക്കാൻ ആദ്യം 60 പേര് തുടങ്ങിയ ക്ലാസ് ഇപ്പൊ പറഞ്ഞല്ലോ സുനിത അസൈൻമെന്റ്സ് കൊടുക്കാന്ന്. ഞാൻ അസൈൻമെന്റ്സ് കൊടുത്തത് എന്താ വെച്ചാൽ അവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിട്ട് മാറ്റണം. അതൊക്കെയാണ് ഹോംവർക്കായിട്ട് കൊടുക്കുക. നിങ്ങൾ വീട് വൃത്തിയാക്കിയിട്ട് നിങ്ങളുടെ റൂം വൃത്തിയാക്കുന്നതായിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കാൻ പറയും. അങ്ങനെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കോട്ടയത്തുള്ള ഒരു കുട്ടിയൊക്കെ കംപ്ലീറ്റ് റോഡ് വരെ രാവിലെ തൂത്തുവാരി ചൂലൊക്കെ എടുത്തിട്ട് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചിലര് കുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെ ആക്ടിവിറ്റി കൊടുത്ത് വേറൊരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടും കളിക്കുന്നതായിട്ടും ഈ ഡ്രാമ ഉണ്ടാക്കുന്നതായിട്ടും പാട്ടായിട്ടും വ്യത്യസ്തമായ കാര്യങ്ങൾ ആർട്ടായിട്ടും ഒക്കെ ചെയ്തു. ഈ 60 പേര് തുടങ്ങിയത് കുറെ ദിവസം കഴിയുമ്പോൾ ഒരു 5 പേരാവും, 4 പേരാവും. പക്ഷെ നമ്മൾ തുടങ്ങിയ പ്രോഗ്രാം നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം ആ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്റെ ഫോക്കസ്. അപ്പൊ ഇതിന് നല്ല പേഷ്യൻസ് വേണം. ഇവരൊക്കെ എനിക്ക് അറിയുന്നവരും അവരുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് ചേർന്നവരും ഒക്കെയാണ്. ഇപ്പം അന്ന് കണ്ടില്ലേ സുനിത, ഒരു ശിശിരെ പറഞ്ഞു കഴിഞ്ഞിട്ടും അവരുടെ ഫ്രണ്ട്സിലാകെ 3 ആളല്ലേ വന്നിട്ടുള്ളൂ. അതും റെസ്പോൺസ് ഇല്ലല്ലോ അവർക്ക്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിൽ വന്ന് ചോദ്യം ചോദിക്കുന്നവര്, പിറ്റേ ദിവസം ചോദ്യം ചോദിക്കുന്നവര്, അതാണ് റെസ്പോൺസ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ളവര്, അത് കഴിഞ്ഞിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നവര്. ഇപ്പൊ അങ്ങനെ ഒരു റെസ്പോൺസുള്ളൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ എനിക്കത് പ്രശ്നമല്ല. കാരണം വെച്ചാൽ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒന്നിൽ ഫോക്കസ്ഡ് അല്ല ഞാൻ.
മനസ്സിലായി. അപ്പൊ ഇന്നലെ 2.5 മണിക്കൂറാണ് പിന്നെ ലക്ഷ്മി കാനാത്തുമായിട്ടുള്ള ഡിസ്കഷൻ. അതിലത് ഭഗവത്ഗീതയാണ് ഒരു 1.5 hour. വേറെ ഒരു ആനുകാലികമായ പ്രശ്നങ്ങളാണ് വേറെ ഡിസ്കഷൻസ് വരിക. അപ്പോൾ ഇത് ആരെയും ടച്ച് ചെയ്യാതെ ആരെയും ഉപദ്രവിക്കാതെ അങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ആലോചിച്ച് അബദ്ധങ്ങൾ പറഞ്ഞത് എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല തെറി കിട്ടും. അതും കേൾക്കാൻ നമ്മൾ തയ്യാറാവും. ഇതില് പോസിറ്റീവ് പറയുന്നതിനേക്കാളും നെഗറ്റീവ് പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതിൽ വല്ല അബദ്ധവും നമ്മൾ പറഞ്ഞു പോയാൽ അത് മാത്രം കമന്റ് ഇടും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയണം. സ്ത്രീകളുടെ പ്രശ്നങ്ങള്, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങള്, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങള്, യുവാക്കളുടെ പ്രശ്നങ്ങള്, ഇതിനൊക്കെ ഒരു മിനിമം വ്യൂവേഴ്സ് ഉണ്ടാവും. നമുക്ക് കോണ്ടാക്ട്സും കണക്ഷൻസും നമ്മൾ അത് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾക്കാണ് പ്രാധാന്യം. കാരണം ആൾക്കാർ അതല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഇതിന്റെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സും അനാലിസിസും പഠിക്കുന്ന ഒരാളാണ്. നമ്പർ ഓഫ് വ്യൂവേഴ്സ് നമുക്ക് 1 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കും. അതില് ഈ കേരളത്തിൽ നിന്ന് ഇന്ന ഏജ് മുതൽ ഇന്ന ഏജ് വരെ എത്ര പേര് എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കണ്ടിട്ട്, ഇപ്പൊ ഒരു 15 മിനിറ്റിന്റെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ അവർ 3 മിനിറ്റ് കണ്ടവരും 4 മിനിറ്റ് കണ്ടവരുമാണ് 80% ആൾക്കാർ. അപ്പൊ അവർക്ക് ഈ 15 മിനിറ്റ് പോലും കാണാനുള്ള പേഷ്യൻസ്. എന്നാലും ഞാൻ എന്തുകൊണ്ടാണ് 2 മണിക്കൂറിന്റെ ഇടുന്നത്? ഞാൻ ഡിസ്കസ് ചെയ്തത് ഇതിൽ അറ്റൻഡ് ചെയ്തവർക്ക് രണ്ടാമത് കേൾക്കണമെങ്കിൽ അക്കാഡമിക് ആയിട്ട് താല്പര്യമുള്ളവർക്ക് കാണട്ടെ എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഈ അഡ്മിഷന്റെ സമയത്ത് എവിടെയാ ചേരേണ്ടത് ചോദിച്ചോന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പറയും എവിടെയാണ് താമസിക്കുന്നത്? അപ്പൊ വടകരയാണ്. അങ്ങനെയാണെങ്കിൽ വടകരയിൽ കേപ്പ് എന്ന് പറഞ്ഞിട്ട് കോളേജ്. നമുക്ക് ഇത് പൂർണ്ണമായിട്ട് അറിഞ്ഞാലേ ഗൈഡ് ചെയ്യാൻ പറ്റൂ. ഞാൻ പോയിട്ടുള്ള കോളേജാണ്. ഞാൻ പോവാത്ത കോളേജുകൾ കേരളത്തിൽ കുറവാണ്. അപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ കോളേജുകളുടെയും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്താ പഠിക്കേണ്ടത്? അപ്പൊ എനിക്ക് ഇന്ന കോളേജിൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുണ്ട്, ഇന്ന കോളേജിൽ ഇലക്ട്രോണിക്സ് കിട്ടിയിട്ടുണ്ട്, ഇന്ന കോളേജിൽ മെക്കാനിക്കൽ. മെക്കാനിക്കൽ കാലിക്കറ്റ് ഗവൺമെന്റ് കോളേജ് അത് നല്ലതല്ല, കാരണം കോളേജേ നല്ലതല്ല. കമ്പ്യൂട്ടർ സയൻസിനെക്കാളും കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് വരുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇത് പറയാൻ അറിയുമ്പോഴല്ലേ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഇത് ഏതാണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞിട്ടല്ലോ നമ്മൾ പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ചേർന്നു. ഞാൻ ഇന്നലെ ഒരു സ്ത്രീ വിളിച്ചു എന്നെ 2 വർഷം മുമ്പ്. കാരണം അവരുടെ പേരും എവിടെയാണെന്നും ഏത് സമയത്താ വിളിച്ചതെന്നും ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അവര് വിളിക്കുമ്പോഴേ എനിക്കറിയാം ഇന്നതാണ്. അപ്പൊ 2023 ചേർന്ന് ഇപ്പൊ 3rd സെമസ്റ്റർ ആയില്ലേ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഓക്കെ, എന്തായി? അപ്പോഴാണ് പറയുന്നത് പിന്നെ ഇത്ര സബ്ജക്റ്റിന് തോറ്റു. നമുക്കൊരു കുറ്റബോധം, ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക്സിൽ ചേർന്നത് കൊണ്ടാണോ തോറ്റത്? അവര് ചിലപ്പം അതായിരിക്കും അവരുടെ മനസ്സിൽ നമ്മൾ വിളിക്കും. മാഷ് പറഞ്ഞിട്ടല്ലേ ചേർന്ന്, എന്നിട്ട് തോറ്റില്ലേ എന്റെ മോളെന്നായിരിക്കും. അമ്മയെ സംബന്ധിച്ചിടത്തോളം അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ വളരെ കോമൺ ആണ്. ഫിസിക്സ് ആണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിലാണ് ഞാൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്ന് അന്ന് എന്താ എന്നെ വിളിക്കാഞ്ഞത്? പിന്നെ എല്ലാവരോടും ഞാൻ പറയും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് സബ്ജക്റ്റിലും ഏത് ഭാഗം അറിയില്ലെങ്കിലും എന്നെ വിളിക്കുമെന്ന് പറയും. എന്താ ഇത്രയും കാലം വിളിക്കാണ്ടിരുന്നത്? ഇതെല്ലാം കഴിഞ്ഞ കുഴപ്പമില്ല, പോയത് പോട്ടെ, ഇപ്പൊ വെച്ചോളൂ ഫോൺ, മകളോട് ഇപ്പൊ എന്നെ വിളിക്കാൻ പറയും. ഇത് സമയം വരെ വിളിച്ചിട്ടില്ല. ഒരാൾ വിളിച്ച് പറയുന്നു എനിക്ക് പ്രോജക്റ്റ് ചെയ്യണം, പക്ഷെ ഹിസ്റ്ററിയാണ് ചെയ്യേണ്ടത്, അതെനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ ആഴ്ച വിളിച്ചൊരാൾ ആരോ ഒരു റെഫറൻസിലാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ റെഫർ ചെയ്തു, അവരുടെ അമ്മ വിളിച്ചു, അത് കഴിഞ്ഞ് മകൻ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ മകനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതുവരെ ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് അയച്ചു തരൂ, ഞാനത് എഡിറ്റ് ചെയ്ത് അയക്കാം. ഒരാഴ്ചയായി അയച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? റെഫർ ചെയ്ത ആളെ ഇങ്ങനെയാണ് സ്റ്റാറ്റസ് എന്ന് ഞാൻ അവരെ അറിയിക്കും, ആ അമ്മയെ അറിയിക്കും. അപ്പൊ കണ്ടന്റ് ഇല്ലാത്തതിന്റെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാനും വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. നിങ്ങളിപ്പം ഒരു ജിമീറ്റ് വിളിച്ചിട്ട് 20 പേരുണ്ട് എന്ന് വിളിച്ചിട്ട് ഇപ്പം സുനിത തിരുവനന്തപുരത്ത് അറേഞ്ച് ചെയ്തതിൽ അത്രയും പേര് വന്നതൊക്കെ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് എന്ന് ഞാൻ പറയാം. ഞാനൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാറില്ല. ഇപ്പം 30 പേര് വരും എന്ന് പറഞ്ഞാല് ആ ഗ്രൂപ്പിൽ ആദ്യം ഇടുന്നത് ഞാൻ വരില്ല എന്ന് പറയുന്ന ആളാണ് കമന്റ് ഇടുക. ഞാൻ വരും എന്ന് പറഞ്ഞിടുന്നവർ വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇവർ വരുമോ? പേഴ്സണൽ കോണ്ടാക്റ്റും എത്ര പേരെ വിളിക്കേണ്ടി വരും, എത്ര പേരെ? ഇത് മനക്കെട്ടൊരു പണിയാണ്. ഒരു ഗൂഗിൾ മീറ്റ് വിളിച്ചാൽ പോലും, ഞാനിപ്പം ശ്രീലങ്കയിൽ അഡ്മിഷന് വേണ്ടിയിട്ട്
അവിടുത്തെ ഒരു കോളേജ് റെഡിയാണ് എന്ന് അഡ്മിഷന്റെ സമയത്ത് വിളിച്ചിട്ട് ആ കോളേജിൽ ആൾ വന്നിട്ട് 10 പേരാ 12 പേരാ ചേർന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10 പേര് എനിക്ക് ചേർക്കാൻ പറ്റി. എക്സ്പേർട്സ് 10 പേരുണ്ട്, ചോദ്യം ചോദിക്കുന്നവർ 10 പേരുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, യു ഡെഡിക്കേറ്റഡ്ലി ഡു ഇറ്റ് സോ ദാറ്റ് യു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്, യു ഗെറ്റ് എൻ എക്സ്പോഷർ, യു ഗെറ്റ് എൻ എക്സ്പീരിയൻസ്. ഇത് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് തൊഴിലിനെ കുറിച്ച് എനിക്കറിയാം, കേരളത്തെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് അറിയില്ലല്ലോ. ഞാൻ കേരളം വിട്ടിട്ട് എത്ര വർഷമായി, ഓരോ കോളേജിൽ പോയതുകൊണ്ട് അത് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ കണ്ടന്റ് ക്രിയേഷനും നമ്മളെ ഇത് പേയ്മെന്റ് ഉള്ളതാണോ? ഇപ്പൊ പലരും എന്നോട് ചോദിക്കും, 1 മണിക്കൂർ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബഹ്റിനോ കുവൈത്ത് നിന്നൊക്കെ ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ തരൂ, എത്ര കാശ് അയക്കേണ്ടത്. കാരണം 1 മണിക്കൂർ സംസാരിക്കുമ്പോൾ തൗസൻഡ്സ് ഓഫ് റുപ്പീസ്, തൗസൻഡ്സ്, ഐ എം നോട്ട് ടെല്ലിങ് തൗസൻഡ്, തൗസൻഡ്സ് ഓഫ് റുപ്പീസ്, 5000-ഉം 10,000-ഉം ചാർജ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം. ഇതുവരെ 5 പൈസ ചാർജ് ചെയ്യേണ്ടതാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇലക്ട്രിസിറ്റി, എൻ്റെ ടൈം, എൻ്റെ, കാരണം ബിക്കോസ് ഐ എം ഡെഡിക്കേറ്റഡ്, ഐ എം ഡൂയിങ് മൈ സോഷ്യൽ സർവീസ്. അപ്പൊ ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ അത് ബിസിനസ് ആക്കി മാറ്റാനാണോ ചെയ്യുന്നത്? ഇനി നാളെ എനിക്ക് ഒരു ബിസിനസ് ആക്കി മാറ്റണം, കുറച്ചു കാലം ഞാൻ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ അത് അങ്ങനെ ആവുമോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സക്സസ്. അപ്പൊ കരിയറിനെ കുറിച്ചും വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയില്ലെങ്കിൽ, കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാൾ, ഞാനും അദ്ദേഹവും കൂടെ ഇരിക്കുമ്പോൾ IAST ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ നോട്ട് എഴുതിയ ആളാണ്. എനിക്ക് തന്നെ അറിയാം അവിടെ പോയ ഒരാൾക്കും പണി കിട്ടില്ല. അൺലെസ് ആൻഡ് അതർവൈസ് യു ആർ സ്പെഷ്യലി ഇൻട്രസ്റ്റഡ് ഇൻ സ്പേസ് സയൻസ്. കാരണം അവിടെ പഠിപ്പിക്കുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഇസ്രോയിലല്ലാണ്ട് വേറൊരു സ്ഥലത്തും ഇത് യൂസ്ഫുൾ അല്ല. അപ്പൊ +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്പെഷ്യലൈസേഷന് പോയാൽ ബാക്കിയുള്ള ഇലക്ട്രോണിക്സും മെക്കാനിക്കലും പോലെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബില് BTech ഇൻ സ്പേസ് സയൻസ് അഡ്വർടൈസ്മെന്റ് വരുമോ? യു കനോട്ട് അപ്ലൈ. ഇനി MTechന് പോകണമെങ്കിലോ യു ഓൾറെഡി ഗോൺ ഇൻ ടു എ സ്മോളർ പാത്ത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടുണ്ടോ? ഇല്ല. അവരുടെ പഠിച്ച ആരെങ്കിലും MTechക്കാരോ BTechക്കാരോ കണ്ടിട്ടില്ല. ആൻഡ് ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പെയ്ഡ് ഈ കരിയർ കൗൺസിലറാണ് കേരളത്തിൽ. മനസ്സിലായോ? ഇപ്പൊ ആൾക്കാരെ പറ്റിക്കാണ്, ശരിക്കും പറഞ്ഞ പറ്റിക്കാണ്. നമ്മൾ സിൻസിയർ ആയിട്ട് 1-2 പേർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും, ഫോർ ഹിം ഇറ്റ്സ് മേക്കിംഗ് മണി. അപ്പൊ കരിയർ ചെയ്യുന്ന സമയത്തും ഒരു പഠിക്കാനുള്ള ഇത് പറയുന്ന സമയത്തും, ഞാനിപ്പോ വിദേശത്ത് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഞാൻ പറയാറേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത കാലത്ത് അമേരിക്കയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് തലശ്ശേരിയുള്ള ഒരാൾ അവിടെ ഒരു ഏജൻസി നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. വി ഹാഡ് ലോട്ട് ഓഫ് ഡയലോഗ്. എനിക്കൊരു കോൺഫിഡൻസ് വന്നപ്പോൾ, ആൻഡ് അദ്ദേഹം പറഞ്ഞത് ഇത്ര ലക്ഷം റുപ്യ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് തരും ഒരു കുട്ടിയെ തന്നാൽ. അങ്ങനെയൊക്കെയാണ് ബിസിനസ്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് കുട്ടികൾ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞത് ഫീസ് കുറച്ചിട്ട് അവർക്ക് അഡ്മിഷൻ കൊടുത്താൽ മതി. സോ ദേ ഏൺ അറ്റ്ലീസ്റ്റ് 5 lakhs 10 lakhs അവർക്ക് ബെനിഫിറ്റ് കിട്ടും. സോ നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഏൺ മണി. പക്ഷെ ആ മണി വരണമെങ്കിൽ യു വിൽ ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം, യു വിൽ ഹാവ് ടു ലേൺ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ ഒരു ഏജൻസി വർക്ക്ഷോപ്പ് ഇതൊക്കെ ഉണ്ടാക്കി, കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ടാക്കി, അത് വരും. പീപ്പിൾ കീപ് ആസ്കിങ് യു. ഞാൻ അങ്ങനെയൊക്കെ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ ഡിസ്കണക്ട് ചെയ്യും. അതർവൈസ് പീപ്പിൾ കീപ് കമ്മിങ് ടു യു പ്രൊവൈഡഡ് യു ആർ ഡൂയിങ് വെൽ ഇൻ ദ യൂട്യൂബിൽ കുറച്ചും കൂടി അപ്രോച്ച് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്, ഒരു നെറ്റ്വർക്ക് അവൈലബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ബിസിനസ്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറെ മനക്കെട്ടാലേ ആ ഒരു ബേസിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിട്ട് അത്രയും പറഞ്ഞത്. പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും കൗൺസിലിങ്ങും ഒക്കെ കുറെ ആവശ്യം വരും. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുന്നത്, ഞാൻ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. 100 കണക്കിന് ആൾക്കാരുടെ പ്രോബ്ലംസ് എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. അത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആള് ആ പ്രോബ്ലമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയില്ല ഞാൻ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ബിക്കംസ് ക്ലോസ് ടു യുവർ ഹാർട്ട്. ഞാൻ വേറൊരാളോട് പറയുന്നത്, ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കുമ്പോൾ ഇത് എൻ്റെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ഇതേപോലെയുള്ള വേറൊരാളുടെ പ്രശ്നത്തിനാണ് ഞാൻ സൊല്യൂഷൻ പറയുന്നുണ്ടാവുക. അപ്പൊ അതിൽ മിക്കവാറും സ്ത്രീകളുടെയാണ്. അപ്പൊ സ്ത്രീകളുടെ നിലയിൽ സുനിതക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ പറയുമ്പോൾ കുറേ ആലോചിച്ചിട്ടൊക്കെയാണ് പറയാം. പിന്നെ ഇതില് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്, ഇപ്പം കൃഷ്ണൻ അർജുനന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അർജുനന്റെ പ്രശ്നങ്ങൾ കൃഷ്ണൻ ഏറ്റെടുത്താൽ എന്താവും? ഹി കനോട്ട് സോൾവ് പ്രോബ്ലംസ്, റൈറ്റ്?
അപ്പൊ മിക്കവാറും ഈ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പകരം അവരോട് സിമ്പതി കാണിച്ച് ഓ ശരിയാണ് ഇതൊരു വലിയ പ്രോബ്ലം ആണ്, അതാണ് മിക്കവാറും കൗൺസിലിംഗിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മളൊരാൾ മാത്സ് പഠിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ഒരു കുട്ടി വരുന്നു എന്ന് വിചാരിക്കും. അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് തലവേദന, വയറുവേദന, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ സബ്ജക്ട് പഠിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടായിരിക്കും. നമുക്ക് ആ സബ്ജക്റ്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. നമുക്കൊന്നും ആൻസർ പറയാനില്ല. നമ്മൾ അവരോട് പറയാൻ എന്താണ്, എനിക്കും മാത്സ് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാല് താൽക്കാലികമായിട്ട് അവർ ഹാപ്പിയാവും. മിക്കവാറും സൈക്കോളജി പഠിക്കുന്ന BA സൈക്കോളജി, MA സൈക്കോളജി പഠിച്ചിട്ട് കൗൺസിലിങ്ങിന് പോകുന്ന ഒരു ആളുടെ അവര് മാത്സ് അറിയുമെങ്കിൽ എപ്പോഴെങ്കിലും സൈക്കോളജി BA ചേരുമോ? അപ്പൊ അക്കാഡമിക്കലി മോശമായിരുന്നു. ആ അക്കാഡമിക്കലി മോശമായിട്ടുള്ളവരെ എങ്ങനെയാണ് അക്കാഡമിക്സിൽ ഗൈഡ് ചെയ്യുക ആൾക്കാരെ? മനസ്സിലായോ? ഇപ്പൊ മിക്കവാറും ആൾക്കാർ, ഇപ്പൊ ഞാൻ പല സ്കൂൾസിലും ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടാവും. മിക്കവാറും എൻ്റെ ഒരു 1000 കേസുകളിൽ 800 കേസിലും ഈ കൗൺസിലിംഗ് ചെയ്യുന്നു എന്ന് പറയുന്ന സൈക്കോതെറാപ്പി പഠിച്ചിട്ടുള്ള ആള്, കൗൺസിലിംഗ് ഇരിക്കുന്ന ആള്, ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആളാണ് ആദ്യം എന്നെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലം എന്നോട് പറയും. കാരണം ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ള ആളാണ്. അവരുടെ ധാരണ എനിക്ക് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എല്ലാവരുടെ പ്രോബ്ലം എനിക്ക് മനസ്സിലാക്കാമെന്നാണ്. പ്രോബ്ലം മനസ്സിലാക്കാം, പക്ഷെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാതെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ ഈ യോഗ പഠിച്ചിട്ട് 3 മാസം സർട്ടിഫിക്കറ്റ് കഴിയുമ്പോൾ ഉടനെ യോഗ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, സ്റ്റുഡിയോ തുടങ്ങുന്ന ആൾക്കാർ. പിന്നെ പാചകം ഏതെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ട് ഇംഗ്ലീഷിൽ നോക്കി പഠിക്കുക, എന്നിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ പറ്റും, കാണിക്കാൻ പറ്റും. പക്ഷെ ആ കാണിച്ചത് ഫിസിക്കലി ഉണ്ടാക്കി ടേസ്റ്റ് നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ അല്ല നല്ല പാചകക്കാരനാണ്. ഓക്കെ, അപ്പം നമുക്ക് യൂട്യൂബില് കഴിവില്ലാത്തത് പലതും ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് വാട്ട് ഈസ് യുവർ എക്സ്പെർട്ടൈസ്, അത് കണ്ടുപിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഞാൻ സാധാരണ പരിഹസിച്ച് പറയാറുള്ളത്, ഐ റോട്ട് എ ബുക്ക് ഹൗ ടു പബ്ലിഷ് എ ബുക്ക് ആൻഡ് ഐ കുഡന്റ് പബ്ലിഷ് ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ടു പബ്ലിഷ് ഇറ്റ്. മനസ്സിലായോ? കാശുണ്ടാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള ബുക്ക് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് പബ്ലിഷ് ചെയ്യാനുള്ള കാശ് പോലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ആൾക്കാരെ പറ്റിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ സാധ്യതകളുണ്ടോ, മീഡിയ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് എത്രത്തോളം അതിന് ഉപയോഗിക്കാൻ പറ്റും. പലർക്കും അങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്കിത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് ചിലർ പറയും. അപ്പൊ നിങ്ങൾ തയ്യാറാണോ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രശ്നങ്ങൾ, ചിലപ്പോൾ നെഗറ്റീവ് അടിക്കും, ചിലപ്പോൾ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർ കമന്റ് അടിക്കും, അവർ നിങ്ങളെ പറയുന്നൊന്നുമല്ല ശ്രദ്ധിക്കുക. ചിലപ്പോൾ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത് വേറെ പലതും ആയിരിക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ നല്ല തെറി എഴുതും ചിലപ്പോൾ. അത് നമ്മൾ കമന്റ്, എന്റെയൊക്കെ കമന്റ് ഞാൻ നോക്കിയിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്നലെ സുനിത എന്തോ ഇട്ടത് അറിയാതെ അപ്രൂവ് എന്നുള്ളതിന് പകരം ഡിലീറ്റ് അടിച്ചു വയ്ക്കും, ഇറ്റ് ഹാസ് ഗോൺ. എന്നിട്ട് അത് റിട്രീവ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ ഇന്ന് നോക്കുമായിരുന്നു, ബട്ട് ഐ കുഡന്റ് ഡു ഇറ്റ്. ഞാൻ എത്ര സമയം ചെലവഴിക്കുന്ന പറയുന്നത് മനസ്സിലാവുണ്ടോ? കാരണം അത് വായിച്ചപ്പോ അറിയാതെ ടിക്ക് അടിച്ചത് ഒന്ന് മാറിപ്പോയി, ഗോൺ ഫിനിഷ്ഡ്. മനസ്സിലായോ? ഇന്നലെ ഇട്ടതുണ്ടാവില്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. ഐ ഡു ദാറ്റ് ബിക്കോസ് ഐ വാണ്ട് ടു ഗോ ത്രൂ ഓൾ ദ കമന്റ്സ്. ആരാണ് അയക്കുന്നത്, എന്താ അയക്കുന്നത്, വല്ല ക്വസ്റ്റ്യൻസ് ആണോ? ആ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ഞാൻ അതിനകത്ത് നമ്മുടെ നമ്പർ ഇട്ടാൽ പോലും ചിലർ ചോദിക്കും നിങ്ങൾ എങ്ങനെയാ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അതിന് വാട്സപ്പ് ഓൺ ദിസ് നമ്പർ, എന്നിട്ട് അവരുടെ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ പോലും അയക്കും ഞാൻ. ഐ ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം. കാരണം വെച്ചാൽ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് മീഡിയ ഉപയോഗിക്കാൻ അറിയുന്നവരൊന്നും അല്ലല്ലോ ചിലപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ അജ്ഞത കൊണ്ട് അവർക്ക് എന്നെ എത്താൻ പറ്റാണ്ടിരിക്കരുത് എന്നുള്ള ധാരണ കൊണ്ടാണ്. മനസ്സിലായി? അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് അറിയണം. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം AI കുറിച്ചാണ്, കോഡിങ്ങിനെ കുറിച്ചാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് ഇപ്പൊ സുനിത ചോദിച്ചത്. പുതിയ സ്റ്റാർട്ടപ്പ് എങ്ങനെയാന്ന് ചോദിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് ഇതുവരെ പറഞ്ഞതൊന്നും അല്ലല്ലോ പറയുന്നത്, ഇന്നത്തെ നോളജ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ചർച്ചകളെ കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ളതിന്റെ അഭിപ്രായം നമ്മളോട് ചോദിക്കും. അത് പറയണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും. ചിലപ്പോൾ അത് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ചെറിയ അബദ്ധം പറ്റിയത് അറിയാണ്ട് ഇട്ടുപോയാൽ സംബഡി വിൽ തിങ്ക് അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.
ഇപ്പൊ നമ്മൾ കോളേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണ്ടേ. ഇപ്പൊ ഗവൺമെന്റ് കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ ധൈര്യത്തിൽ പറയുന്നുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒരു കോളേജിനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് അത് നല്ലതാണെന്ന് അറിയാണ്ട് പറഞ്ഞു പോയി, അല്ലെങ്കിൽ മോശമാണെന്ന് അറിയാണ്ട് പറഞ്ഞു പോയി. അത് മീഡിയയിൽ വരുന്ന സമയത്ത് ആരെങ്കിലും അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം അവർ റിയാക്ട് ചെയ്യും അല്ലാണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന കോഴ്സാണ് നല്ലതെന്ന് പറയുമ്പോൾ അതിനിടയിൽ ഞാനിത് പഠിച്ചിട്ട് ഇത്രയും കാലം ജോലി കിട്ടാത്ത ആളാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. അത് നെഗറ്റീവായിട്ട് അടിക്കും നമ്മൾ പറയുന്നതിന്. അപ്പൊ നമ്മളത് ഡിലീറ്റ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എഴുതും പഠിക്കാത്തവന് തോക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വിചാരിക്കും. പക്ഷെ തോറ്റൊരു വ്യക്തിക്ക് ഇത് അടിക്കുമ്പോൾ എങ്ങനെ അടിക്കാം? ദേ ഫീൽ ടോട്ടലി അപ്സെറ്റ്, റൈറ്റ്? ഉടനെ എന്റെ നമ്പർ എടുത്തിട്ട് നല്ല തെറി വിളിക്കണ്ടേ? മനസ്സിലാവുണ്ടോ? ഇത് കേൾക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? ഈ പോസിറ്റീവായിട്ട് പറയുന്നതിനേക്കാളും നെഗറ്റീവായിട്ട് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ യുവർ നമ്പർ യു ആർ പബ്ലിക്കലി ഗിവിങ്. അതിനുള്ള കറേജ് ഉണ്ടാവണ്ടേ? ആ കറേജ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഈ കറേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സുനിതയുടെ നമ്പർ കൊടുത്തു എന്ന് വിചാരിക്കും, ആരാ വിളിക്കുന്നത്, എന്താ പറയുന്നത് ആർക്കറിയാം? എത്രയോ പൊട്ടന്മാരുണ്ടാവും കേരളത്തിലൊക്കെ, ഏത് സമയത്തും വിളിച്ചിട്ട് എന്തൊക്കെ പറയാന്ന് ഇതൊക്കെ കേൾക്കാൻ തയ്യാറാവണ്ടേ? ഇനി ആ ഒരു ദിവസം അങ്ങനെ കേട്ടിട്ട് മതിയായിട്ട് ആ ഫോൺ അങ്ങനെ ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കും. തീർന്നില്ലേ അത്രയും കാലം നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ക്രെഡിബിലിറ്റിയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയും ഒക്കെ പറ്റില്ലേ? അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടാണ് പലരും ഇതിനകത്ത് വരാത്തത്. അതുകൊണ്ടാണ് ഒരു സംരംഭം ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കൂടെ സംസാരിക്കുന്നു, എനിക്ക് ഉറപ്പാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് വരുന്ന 4 കമന്റ് എന്തായിരിക്കും എന്നറിയാം? ആ സുനിതയുടെ ടെലിഫോൺ നമ്പർ കിട്ടുമോ? മനസ്സിലാവുണ്ടോ? ഈ പറഞ്ഞ ടോപ്പിക്കല്ല അയാളുടെ ലക്ഷ്യം. ഇതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്. ഈ ഒരു ഡിസ്കഷൻ വരുമ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഒരാളുടെ പ്രോബ്ലം, യെസ് യു ആർ റെഡി ടു ഷോ യുവർ ഫേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇത് ഇടുക എന്ന് വിചാരിക്കാം. ഇട്ട് കഴിഞ്ഞാൽ ഒട്ടനെ അതാ ചോദിക്കാം. അങ്ങനെ ഒരു 10 മെസ്സേജ് വരും. ഞാനത് പബ്ലിക്കായിട്ട് അപ്രൂവ് ചെയ്യാണ്ട് ഇടണോ അല്ല അപ്രൂവ് ചെയ്തിട്ട് ഇടണോ എന്ന് അപ്പോഴാണ് ആലോചിക്കുന്നത്. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണ് അപ്രൂവ് ചെയ്തിട്ട് ഈ കമന്റ് ഇടാൻ തീരുമാനിക്കുന്നത്? കാരണം എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അതർ കൗണ്ടർ പാർട്ട് ഷുഡ് നോട്ട് എഫക്ട് ഇറ്റ്, റൈറ്റ്? നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ഇടേണ്ടി വരും. അത് ഇടുമ്പോഴാണ് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അത് ഇടാനും പറ്റില്ല, കാരണം യു ഡോണ്ട് വാണ്ട് ടു എക്സ്പോസ്. ഇത് സുനിതയുടെ പ്രോബ്ലം അല്ലല്ലോ പറയുന്നത്, ഒരു ബിസിനസ് പ്രപ്പോസൽ പറയുന്നതുകൊണ്ട് പബ്ലിക്കലി വി ക്യാൻ സ്പീക്ക് അബൌട്ട് ഇറ്റ്. അതല്ലാത്തൊരു കാര്യം വരുമ്പോൾ എന്ത് പറ്റും? അപ്പൊ നമ്മൾ മാതൃകയായിട്ട് ധരിക്കുന്ന, നമ്മൾ സാമ്പിളായിട്ട് ധരിക്കുന്ന, ഈ സംരംഭം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പലർക്കും ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. അത് എഴുത്തുകാർക്കുണ്ടാവും, സാമൂഹ്യ പ്രവർത്തകർക്കുണ്ടാവും, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാവില്ലേ? പക്ഷെ അവിടേക്ക് എന്ത് പറ്റും എന്ന് വിചാരിച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കൽ ലീഡറാന്ന് വിചാരിക്കും, എനിക്ക് ബാക്കപ്പിന് 10-100 പേര് എൻ്റെ കീഴിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് അറിയുന്നവരുണ്ടാവും. ഈ സോഷ്യൽ മീഡിയയുടെ കുഴപ്പം എന്താണ്? നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, നമുക്ക് സ്ട്രെങ്ത് ഇല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇപ്പൊ ഈ ഏത് ഓൺലൈൻ മീഡിയയില് ഡിസ്കഷൻ വരുന്ന ആളുടെയും കുഴപ്പം എന്താ വെച്ചാല്, ഈ അവതാരകന് എന്ത് വേണമെങ്കിലും പറയാൻ, കാരണം അയാൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അയാളെ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ എന്തുകൊണ്ടാണ്, ഇപ്പൊ കേരളത്തിൽ പലരും വിളിക്കാറുണ്ട്, പല മീഡിയാസും എന്നെ വിളിക്കാറുണ്ട് അഭിപ്രായം പറയാൻ. പക്ഷെ നമ്മൾ പറയും സയന്റിഫിക് ആയിട്ട് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും വരുമ്പോൾ അഭിപ്രായം ചോദിച്ചാൽ പറയാന്നല്ലാതെ ഐ വിൽ നോട്ട് കം. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി എന്ന് വിചാരിക്കേ, ആ കൗണ്ടർ, ഇത് ഒരു അഡ്വക്കേറ്റിന്റെ ജോലി പോലെയാണ്. അഡ്വക്കേറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളൊരു കക്ഷിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റേ കക്ഷി നമ്മുടെ വിരോധിയാവുമല്ലോ. അതുപോലെ ആവും ഇതിനകത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് നല്ല ഇതിന് അറിവല്ല വേണ്ടത്, കറേജാണ്. ആ കറേജ് നല്ല പോലെ ഉണ്ടെങ്കിൽ അത് വളരെ പ്രാബല്യത്തിൽ. അപ്പൊ എല്ലാ ബിസിനസ്സിനും റിസ്ക് ഉണ്ട്. പക്ഷെ ഈ ഓൺലൈനിൽ ഉണ്ടാവുന്ന, ഇപ്പം നമുക്കറിയാവുന്ന കുറെ ആൾക്കാർ, ഇപ്പം മറുനാടൻ മലയാളി എന്ന് പറയുന്ന സ്കറിയ, ഇവർക്കൊക്കെ കുറെ പ്രശ്നങ്ങളില്ലേ, എത്രയോ കേസുകളുണ്ട്. അയാൾക്ക് തന്നെ 100-200 കേസ് ഉണ്ടായിരുന്നു. എന്ത് ധൈര്യം ഉണ്ടാവണം ഇത് ചെയ്യണമെങ്കിൽ? മനസ്സിലാവണം. അപ്പം ഇതില് ഓരോ പ്രശ്നങ്ങൾക്കും അത് നമ്മുടെ എക്സ്പെർട്ടൈസ് എന്താണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളും അത് ഇന്റർവ്യൂ ചെയ്ത്, ഇപ്പൊ ഈ ചെയ്യുന്നത് പോലെ ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റിനെ പോലെ ഇത് നടത്താൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, ആർക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ജനറൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇത്തരം ആരെ വേണമെങ്കിലും നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. സംബഡി വിൽ ലൈക്ക് ടു കം ഓൺ ടു ദ ഇന്റർനെറ്റ്. പക്ഷെ അതിൽ ഈ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്,
നിങ്ങളുടെ പേഴ്സണൽ കോൺടാക്റ്റിൽ റെഫറൻസിൽ ഇപ്പൊ സാധാരണയൊക്കെ എങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്കറിയുന്ന ഇതേപോലെ പറയാൻ താല്പര്യമുള്ള ഒരു 3 ആളുടെ നമ്പർ തരുമോ എന്ന് ചോദിക്കും. ഐ വിൽ ഗിവ് ഇറ്റ്. പിന്നെ അതിലൊരു കോൺടാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഫേസ്ബുക്കിലൊക്കെയാണ്. കാരണം അതിനകത്ത് നമ്മൾ നമ്മുടെ നമ്പർ ഒന്നും കൊടുക്കണ്ടല്ലോ. അതിൽ പബ്ലിക് ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ ഇൻഡിവിജ്വലി മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്ത്, പക്ഷെ ഇതിനകത്തൊക്കെ കുറെ ഫേക്ക് ഉണ്ടാവും. നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യൂ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് ലിങ്ക് ഒക്കെ കൊടുത്തു വരുമ്പം ഇവൻ കറക്റ്റ് ഉള്ള ആളാണോ തെറ്റാണോ എന്ന് പറയും. അതുകൊണ്ട് ലൈവായിട്ട് കൊടുക്കാതെ റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നതാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഞാനിപ്പം അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയുള്ള കുറെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ഷൻ ഉള്ളവരാണ്. ഇവരൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യും. നമ്മൾ ആഫ്രിക്കയിൽ ഒരാളെ കോൺടാക്ട് ചെയ്തു എന്നിരിക്കും, 2 പ്രാവശ്യം കുറെ ആൾക്കാർ നമുക്കറിയാം, ഒരു 200-300 പിള്ളേർ എനിക്കറിയാം. അവര് 2 പ്രാവശ്യം നമ്മൾ കോൺടാക്ട് ചെയ്ത് 3ാമത്തെ പ്രാവശ്യം ഉടനെ ചോദിക്കും ഗിവ് സം ഡൊണേഷൻ, എന്നിട്ട് നമ്മുടെ റെഫറൻസ് പറഞ്ഞിട്ട് വേറെ നിങ്ങൾ കാശ് വയ്ക്കും. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് പോകും, എന്നിട്ട് അവർക്ക് മെസ്സേജ് അയക്കും. ഇങ്ങനെ എന്റെയൊക്കെ ഫോണുകളൊക്കെ എത്രയോ പ്രാവശ്യം ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. കാരണം അവർക്കറിയാം ഇത്രയൊക്കെ ആൾക്കാരുടെ കോൺടാക്ട് ഉണ്ടെന്ന്. അപ്പൊ ഹാക്ക് ചെയ്യും, പലപ്പോഴും ഹാക്ക് ചെയ്യും. നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാൽ ഉറപ്പായിട്ടും ഹാക്ക് ആവും. അപ്പൊ ഇത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവും ചിലപ്പോഴൊക്കെ. അതുകൊണ്ട് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഫിസിക്കൽ ആവുമ്പോൾ 10 പേര് നമ്മൾ കാണുന്നവരാണ്. ഈ കാണാത്തൊരു മീഡിയ എന്ന് പറയുന്ന സമയത്ത് യു ഹാവ് ടു ബി ലിറ്റിൽ മോർ കെയർഫുൾ. നമുക്കറിയാം അവരെ, അറ്റ്ലീസ്റ്റ് അവരെ പടം കാണുന്നതല്ലേ ആവുക. ഇന്ന് എയുടെ ബിസിനസ് ആയതുകൊണ്ട് ആർക്കും ആരെയും ഫേക്ക് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഗവൺമെന്റ് സർവീസിൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള ഒരു 70 വയസ്സായ ഒരാൾ അടുത്ത കാലത്ത് 35 ലക്ഷം റുപ്യ കബളിക്കപ്പെട്ടത്. അയാളെ വിളിച്ചത് മകന്റെ DP വെച്ചിട്ടുള്ള ഒരു കോൾ എന്നാണ്. അയാൾക്ക് ഒരിക്കലും നമ്പർ നോക്കില്ലല്ലോ നമ്മള്. ആ സേവ് ചെയ്തിട്ടുള്ള പേര് ഡോക്ടർ TPS എന്ന എന്റെ പടവിട്ടിട്ട് ഒരാൾ ഇപ്പൊ സുനിതയെ വിളിച്ചാൽ ഉടനെ സുനിത എടുക്കുമല്ലോ. ആ നമ്പർ ഏതാന്ന് നോക്കിയിട്ടല്ലോ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വാട്സപ്പിൽ അയാളെ വിളിച്ച് ആദ്യം 10 ലക്ഷം അയച്ചു, പിന്നെ 25 ലക്ഷം അയച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത് ഇത് മണ്ടത്തരം. ഒരു ദിവസം എത്രയോ കോളുകൾ എനിക്ക് വരുന്നറിയാം ഇതേപോലെ. മനസ്സിലായി. അപ്പൊ ഇത് കുറച്ചും കൂടി കെയർഫുൾ ആവണം. ഇപ്പൊ ഓൺലൈൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ. അതുകൊണ്ട് അമേരിക്ക എന്നുള്ള ഒരാളെയും ഹെൽപ്പ് ചെയ്യില്ല ഇങ്ങനെയായിരുന്നു. അവര് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഫിൽട്ടർ ചെയ്തിട്ടൊക്കെ സംസാരിക്കുക പോലും. ദേ വോണ്ട് ഈവൻ ആക്സെപ്റ്റ്. അപ്പൊ അമേരിക്ക എന്നൊക്കെ ഫ്രണ്ടിൽ ആരെങ്കിലും റിക്വസ്റ്റ് വരുമ്പോൾ നമുക്ക് ഉടനെ അറിയാം ഇത് ഫേക്ക് ആണ്. കാരണം അവരുടെ ബേസിക് ക്യാരക്ടർ നമുക്ക് അറിയുന്നുണ്ട്. ജനറലി അൺനോൺ ആൾക്കാർക്കൊന്നും അയക്കില്ല. ഇപ്പൊ മിയാമി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഉടനെ അയക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഗ്ലാസ്ഗോ എന്നൊരു വരും. ഒരു ദിവസം 5-10 ഫേസ്ബുക്ക് റിക്വസ്റ്റ്. എനിക്ക് 4-5 പ്രൊഫൈൽസ് ഉണ്ട്. അതൊക്കെ വരുന്ന എത്രയാണ് ഡിഫറെന്റ് സ്ഥലത്ത് നിന്ന് വരും. അതൊക്കെ വരുന്നത് ചിലപ്പോൾ നമ്മളെ യൂട്യൂബിൽ നോക്കി നമുക്കറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കും, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കും. പക്ഷെ ദേ പുട്ട് സംബഡീസ് ഫേക്ക് ID. എനിക്ക് ഇഷ്ടംപോലെ വരും. അല്ല, ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല. വി ഷുഡ് ഹാവ് കോൺടാക്റ്റും റെഫറൻസും വെച്ചിട്ട് മാത്രമേ പറ്റൂ. ഇപ്പൊ ഞാൻ എന്റെ കോൺടാക്ട്, ഇപ്പം സുനിത ഇപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഒരു ഗ്രൂപ്പിൽ ഒരാളുടെ നമ്പർ ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. ഒരാളുമായിട്ട് എനിക്കൊരു കോൺടാക്ട് ഇല്ലല്ലോ. എന്നെ കോൺടാക്ട് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ കോൺടാക്ട് ചെയ്യുള്ളൂ എന്നാണ് എന്റെ തീരുമാനം. സോ ഐ ഡോണ്ട് ഗെറ്റ് ഇൻ ടു സംബഡീസ് കോൺടാക്ട്. ഒരാളെ വിളിക്കുകയോ എനിക്ക് മെസ്സേജ് അയച്ചാലേ ഞാൻ മറുപടി അയക്കുള്ളൂ. യു ഡോണ്ട് സീ മീ. അതർവൈസ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, വേണമെങ്കിൽ ചേർന്നോളൂ എന്ന് പറയും. അതിൽ ഞാൻ 100 പേർക്ക് ഗ്രൂപ്പിൽ ചേർന്നോളൂ എന്ന് പറയുമ്പോഴാണ് 10 പേര് ചേരുക. ആ 100 പേരെ ഞാൻ ഫിൽട്ടർ ചെയ്തിട്ടെടുത്ത് 1000 നിന്നാണ് 100 പേർക്ക് അയക്കുണ്ടാവുക. അവരുടെ കുറച്ച് കോണ്ടാക്റ്റും ഡിസ്കഷൻസും ഒക്കെ കഴിയുമ്പോഴാണ് അവരെ കോണ്ടാക്റ്റിൽ ഉണ്ടാക്കുക. ഇപ്പൊ ബ്രദർ നടുവിൽ വരുന്ന സമയത്ത് ഹി വാസ് ഇൻ എ ഗ്രൂപ്പ്. ആ കഴിഞ്ഞ ഉടനെ അത് ഗ്രൂപ്പ് അങ്ങോട്ട് കളഞ്ഞില്ലേ. അത് പിന്നെ ഇല്ല. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് തിങ്ക് ലിറ്റിൽ മോർ. ഒരുപാട് കോൺട്രവേഴ്സ്യൽ ടോപ്പിക് അല്ലാതെ കുട്ടികൾക്ക് വേണ്ടി എന്നാലും നമുക്ക് വ്യൂവർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് കുറവാണ് അല്ലേ? അല്ല, നമ്മളിപ്പോ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ അന്ന് ഞാൻ പോയത്, നമ്മൾ 20 പേരെ വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് 20 പേരെ കിട്ടിയിട്ടു. പക്ഷെ ഞാൻ സ്കൂൾ പോകുന്ന സമയത്ത് എത്ര പേര് കേട്ടു നമ്മളെ? അത് വലിയ സ്കൂൾസ് ഒക്കെ ആണെന്ന് വിചാരിക്കുക, 1000 പേര് ഒറ്റയടിക്ക് കേൾക്കുമല്ലോ നമ്മളെ. അപ്പൊ അത്തരം പ്രോഗ്രാമുകളാണ് കുറച്ചും കൂടി മാർക്കറ്റിങ്ങിന് എളുപ്പവും. ഒരാളെ കൺവിൻസ് ചെയ്താൽ മതി, ഒരു പ്രിൻസിപ്പളെയോ ഒരു മാനേജറോ കൺവിൻസ് ചെയ്താൽ യു ക്യാൻ റീച്ച് ദ റൈറ്റ്.
പക്ഷെ അങ്ങനെ 10,000-ലധികം പ്രോഗ്രാംസ് ലോകത്തിന്റെ പല ഭാഗത്തും ചെയ്ത് കഴിഞ്ഞിട്ടാണ് then I don't want to move out. കുറച്ചും കൂടി നമ്മൾ അത് ഒരു പ്രാവശ്യം 1 മണിക്കൂറേ കാണുള്ളൂ. അവരൊന്നും നമ്മളെ ഒരു കോണ്ടാക്ട് ഇല്ല. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം കുറച്ച് സമയം കൂടുതൽ ഇരിക്കുമ്പോഴാണ് കുറെ കൂടി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാവും. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ അപ്രോച്ച് ടു ദം ഇൻ ദർ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അല്ല, എന്റെ പണി ഇങ്ങനെ നടക്കും. ഞാനിപ്പോ ഇന്ന് കണ്ട ശിവലിംഗത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവരിങ്ങനെ ക്വസ്റ്റ്യൻ, ഭൂമി സൃഷ്ടി ശിവൻ ഇന്ന് 3 ശക്തികളുടെ സമത്വ സംഗമമാണ് ശിവലിംഗത്തോട് കുടികൊള്ളുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതാണ് നമ്മൾ പറഞ്ഞത്. എന്നാലും അവർക്ക് അതൊന്നും കൂടി ഉറപ്പിക്കണം തന്നെയാണോ പറഞ്ഞത്? അപ്പൊ അതിന് ആൻസർ യെസ് നടിച്ചിട്ട് വിടണ്ടേ? ഇത് വായിക്കണ്ടേ? ഞാൻ ഇങ്ങനെ ചെയ്താലേ എന്റെ പണി നടക്കുള്ളൂ. സോ ഐ കീപ് ഡൂയിങ് ഇറ്റ്. ഈ വൈഡ് റേഞ്ച് ഓഫ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോ അതെല്ലാം കൺഫ്യൂസ്ഡ് ആവില്ല? ഓരോ അറ്റ് എ ടൈം തന്നെ ഇപ്പൊ ഞാൻ കണ്ടു ഒരു അമ്മയോട് സംസാരിക്കുന്നത്, അങ്ങനെ പല പല വീഡിയോസ് എല്ലാം ഒരേ ടൈമിൽ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതാണോ? ഓരോരോ അല്ല, നമ്മള് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ചിലപ്പം 10 ദിവസം മുമ്പുള്ളത് അവിടെ കിടക്കണ്ടാവും. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് റെക്കോർഡ് ചെയ്തത് 6 മണിക്കൂറിന്റെയാണ്. അതാ ക്യാമറ ബസോൺ. അത് ആ ഫോർമാറ്റിൽ നിന്ന് മാറ്റി മറ്റൊരു ഫോർമാറ്റിലാക്കി അതിന്റെ 360 ഡിഗ്രി ഉള്ളത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കുറച്ച് സമയം ഓഡിയൻസും കുറച്ച് സമയം ഞാനും കണ്ട് അതിങ്ങനെ എഡിറ്റ് ചെയ്ത് പാത്തൊക്കെ ഉണ്ടാക്കി. ഇറ്റ് ടേക്സ് ലോങ് ടൈം. അപ്പൊ അത് കുറച്ച് ബോറടിക്കുമ്പോൾ അതോടെ നിൽക്കും. എന്നിട്ട് അതിൽ ഇപ്പൊ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതാണ് എളുപ്പമെങ്കിൽ ഇത് ഉടനെ ഇടും. ഇപ്പൊ കോളേജിൽ എയുടെ ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ ഇട്ടാലേ അത് എളുപ്പമാണ്. അത് ഇമ്മീഡിയറ്റ്ലി, കാരണം നേരെ സ്ക്രീൻ ഗ്രാബ് ചെയ്യുന്നതാണ്. ആ സ്ക്രീൻ ഗ്രാബ് ചെയ്താലും നമുക്ക് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ, അതിൽ ചിലപ്പോൾ ഓഡിയോ കറക്റ്റ് ആവില്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് അനദർ ക്യാമറ ദർ ഇൻ ദ ഫ്രണ്ട്. ആ വീഡിയോയും ഈ വീഡിയോ എടുത്ത് മിക്സ് ചെയ്യും. സോ ഇതെല്ലാം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ടെക്നിക്കലി അതെ, ചിലപ്പോൾ സൗണ്ട് ക്ലിയർ അല്ലാതെ വിചാരിക്കും. ഐ വിൽ ഹാവ് ടു യൂസ് എ ഫിൽറ്റർ, സൗണ്ട് എഡിറ്റ് ചെയ്യണം, കുറച്ചും കൂടി ക്ലിയർ ആക്കണം. ഞാൻ സ്റ്റുഡിയോയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, വീട്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതിന് കുറെ മനക്കെടണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നതിന് ചിലപ്പം എന്റെ ട്യൂബ് ലൈറ്റ് ചിലപ്പോൾ പോയിന്ന് വരും, കറണ്ട് പോയിന്ന് വരും, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് ഫ്ലിക്കർ ചെയ്യും. സോ ഐ എം യൂസിങ് അനദർ ലൈറ്റ് ഹിയർ. അപ്പൊ ഇത് ഏത് പോയാലും അത് ഉണ്ടാവും. തൽക്കാലം ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ? ഇതൊക്കെ ചെയ്യണം. ഇറ്റ് ടേക്സ് ടൈം. ആവശ്യമനുസരിച്ച് ഒരു ജുഗാടാണ്, വേണമെന്നില്ല, വേണമെങ്കിൽ ആവാം, വേണ്ടെങ്കിൽ ആവണ്ടെന്ന്. ഇങ്ങനെ ഇരിക്കണ്ടേ 2 മണിക്കൂർ? ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ടാക്സിങ്, റൈറ്റ്? പിന്നെ ഇവരുടെയൊക്കെ പേരുകൾ ഓർക്കണം. അത് ചിലപ്പോ പേരിടാൻ പാടില്ല, ചില കേൾക്കാൻ പാടില്ല. ഇപ്പം ഒന്ന് കഴിഞ്ഞ് അടുത്തേല് വരുന്ന സമയത്ത് ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് വീഡിയോയിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ. സോ ഐ ഹാവ് ടു എഡിറ്റ്. അത് കട്ട് ചെയ്തിട്ട് വേണ്ടേ ഇടാൻ. ഇങ്ങനെ വരും, ഇഷ്ടം പോലെ വരും, പണി വരും, നല്ലോണം പണി വരും. പണ്ട് തൊട്ടേ എന്റെ ഒരു ഇതാണ്, ഈ കുറെ മിസ്റ്ററീസ് ഉണ്ടല്ലോ, നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും. ഇപ്പോ രാമേശ്വരത്തെ ആ ഒരു ട്രെയിൻ കംപ്ലീറ്റ് പോയത്, അങ്ങനെ എപ്പോഴും അറിയാത്ത കുറെ സ്ഥലങ്ങൾ, അവിടെ എന്താണ് ആക്ച്വലി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെ നമുക്ക് ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റ് റേഡിയോ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് രമേശ് പയ്യന്നൂരിന്റെ കൂടെ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കുറെ മിസ്റ്ററീസിന്റെ, ശാസ്ത്ര രഹസ്യങ്ങളുടെ, അത് ബിഗ് ബാങ് തിയറിയെ കുറിച്ചും ഗ്രാവിറ്റിയുടെ ഡിഫറൻസിനെ കുറിച്ചും എർത്തിന്റെ ഫൊർഗെറ്റ്ഫുൾനെസ്സിനെ കുറിച്ചും മമോത്തിനെ കുറിച്ചും, അത് ചിലപ്പം എൻവറോൺമെന്റ് ഡേയിൽ എന്തോ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോയൊരു വാക്കായിരിക്കും. ആ വാക്ക് വെച്ചിട്ട് അടുത്ത അങ്ങനെ എല്ലാ ആഴ്ചയും ഞാൻ ചെയ്തിരുന്നു കുറെ കാലം. അപ്പൊ അദ്ദേഹം ചോദിക്കും, അതിന് ഞാൻ ഉത്തരം പറയും. അപ്പൊ ആദ്യകാലങ്ങളിലേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം മലയാളം പോലും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞിട്ടുള്ള മിസ്റ്ററീസ് എന്ന് പറയും, മലയാളത്തിൽ പറയുമ്പം ഇത് കേൾക്കുന്നത് റേഡിയോ വ്യൂവേഴ്സ് ആണ്, ഗൾഫിലല്ല. അപ്പൊ അവർക്ക് മിസ്റ്ററി എന്നുള്ള വാക്ക് പോലും ചിലപ്പോൾ അറിയില്ല. അപ്പൊ അത്ഭുതപരമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞത് റേഡിയോന്റെ സ്റ്റൈലിൽ പറയണം ഞാൻ.
ഓക്കെ, അത് അതെ, വിജ്ഞാനപരമാവണം, അത് വിശ്വാസപരമാവണം, രഹസ്യങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ തെളിവുകൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് പെട്ടെന്ന് വരില്ലല്ലോ. ഇപ്പൊ എനിക്ക് വരും, കാരണം ഞാൻ കുറെ പ്രാവശ്യം ചെയ്തുകൊണ്ട് അത് ആധികാരികമായി വിശകലനം ചെയ്ത് പറയാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് നമ്മളെടുത്ത് വരുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ നമ്മൾ വരുമ്പോൾ അത് നമ്മൾ പഠിച്ച്, അത് ഇപ്പൊ മാമോത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മാമോത്ത് കേവിന്റെ ഉള്ളിൽ പോയ ആളായതുകൊണ്ട് മാമോത്ത് എന്ന് പറയുന്ന ഒരു ജീവിയെ കുറിച്ച് പറയുന്ന സമയത്തും മാമോത്ത് കേവ് എന്നുള്ള പേര് വരാൻ കാരണം അത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള വലിയ ഗുഹയായതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതിനൊരു ഒരു കുറച്ചും കൂടി ഒരു രസമുണ്ടാവും. അങ്ങനെ രസകരമായിട്ട് പറയാൻ സാധിക്കണമെങ്കിൽ അത് പ്രാക്ടീസ് വേണം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം. അത് പുരാതനമായ രഹസ്യങ്ങളാവാം, ഇന്നത്തെ ശാസ്ത്രീയമായിട്ടുള്ള രഹസ്യങ്ങളാവാം. ഇപ്പൊ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ വീഡിയോ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിന്, അതാണ് പലരും ഈ അടുത്ത കാലത്ത് വന്ന സമയത്ത് പിന്നെ പഴനി ഉണ്ടായിരുന്നത് നവപാഷാണം, പാഷാണം എന്ന് പറയുന്ന മലയാളം വിഷമാണ് എന്നാണ്. പക്ഷെ പാഷാണം എന്ന വിഷത്തിന്റെ തൊട്ട് ചെറിയൊരു വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ പാഷണം എന്ന് പറഞ്ഞ അർത്ഥം കല്ല്. പാ എന്നുള്ളതിന് പാ എന്നായി കഴിഞ്ഞാൽ അർത്ഥം മാറി. അപ്പൊ ഞാൻ രാമേശ്വരത്ത് പോകുന്ന വഴിയിൽ നവപാഷണ ക്ഷേത്രം എന്ന് കേട്ട സമയത്ത് ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹം തോന്നിയത് ഇത് പറഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് അവിടെ പോയിട്ട് പൂജാരിയോട് ഒന്നും കൂടി ഇത് ചോദിച്ചു. അതിന്റെ ഭാഗവും ഞാൻ ക്ലിപ്പ് ഇട്ടിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് കാണിക്കണം നമ്മൾ. അപ്പോൾ ഇതിൽ നമ്മൾ അവരുടെ വീഡിയോ ഇടണം, നമ്മുടെ ഭാഗം ഇടണം, അതിൽ ഓഡിയോ കൊടുക്കണം നമ്മൾ. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ അന്ധവിശ്വാസങ്ങളും ഉണ്ടാവും, വാസ്തവങ്ങളും ഉണ്ടാവും. ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ അല്ലയോ, ഇത് കള്ളത്തരാണോ നമ്മൾ പറയുന്നത്. കുറെ അത്തരം പഠനം നടത്തുകയാണെങ്കിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സയന്റിഫിക് അപ്രോച്ചോട് കൂടിയാണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് ആലോചിക്കുന്നുണ്ട്. സോ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ് വേണം. വിശ്വാസവും അറിവും ശാസ്ത്രവും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ അത് ചാനൽ ആകർഷകമാക്കണമെങ്കിൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നത് ഇടാണ്ട് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അപ്പൊ ഈ കുക്ക് ചെയ്യുമ്പോൾ പറയുന്ന സമയത്ത് അത് കേൾക്കില്ല. സോ എക്സ്ട്രാ ചെയ്തിട്ട് അത് അതിനകത്ത് ഇടേണ്ടി വരും. അപ്പൊ നല്ല ടൈറ്റിൽസ് ആകർഷകമാവുമ്പോഴേ അത് ചിലപ്പോൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പൊ ഇത് കുക്കിങ്ങിന്റെ വീഡിയോ കണ്ടത് പോറിഡ്ജ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് അതിന് ടൈറ്റിൽ നന്നായിട്ട് കൊടുക്കണം. അത് മലയാളത്തിൽ എഴുതണം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ തന്നെ ഇന്നൊക്കെ എളുപ്പമാണ്. അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് കുറച്ച് മനക്കെട്ട പണിയാണ്. മലയാളത്തിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇട്ടാലേ ആൾ കാണുള്ളൂ. അതുകൊണ്ട് പഠിക്കാനും എഫേർട്ട് എടുക്കാനും തയ്യാറാണ്. ആൻഡ് ഗെറ്റ് അഡിക്റ്റഡ് ടു ദാറ്റ് സം ടൈം. എനിക്കത് തോന്നാറുണ്ട് ഞാൻ അഡിക്റ്റഡ് ആണെന്നൊക്കെ പലപ്പോഴും. പക്ഷെ ഒരാൾക്ക് ഗുണമുണ്ടാവുമ്പോൾ ഓക്കെ ഫൈൻ.